വണക്കം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹം നടക്കുമോ എന്നായിരുന്നു അമ്മയുടെ പേടി. ദൈവനിയോഗം പോലെയാണ് എല്ലാം സംഭവിച്ചത്. കാവ്യയുടെ വാക്കുകൾ. മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഒരു കാലത്ത് കാവ്യമാധവൻ അറിയപ്പെട്ടത്. 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ മോളിവുഡിൽ തിരക്കേറിയ നടിയായിരുന്ന കാവ്യ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. സമകാലീനരായ പല നടിമാരും തമിഴിലേക്കും തെലുങ്കിലേക്കും ശ്രദ്ധ കൊടുത്തപ്പോൾ കാവ്യ മലയാള സിനിമാ രംഗത്ത് തന്നെ തുടർന്നു. 2016 പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത്. ദിലീപായിരുന്നു സിനിമയിലെ നായകൻ. ദിലീപ് കാവ്യയുടെ ജീവിത പങ്കാളിയുമായി. അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് കാവ്യ കടന്നു വന്നത്. കുടുംബജീവിതത്തിനാണ് കാവ്യ ഇന്ന് പ്രാധാന്യം നൽകുന്നത്. എങ്കിലും പ്രിയ നടിയെ തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ബാലതാരമായാണ് കാവ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയായി. പിന്നീട് അങ്ങോട്ട് കാവ്യയുടെ ജൈത്ര യാത്രയായിരുന്നു. നീലേശ്വരത്ത് ജനിച്ചു വളർന്ന നാട്ടിൻപുറത്തുകാരിയായ കാവ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് സ്വപ്നം കണ്ടിരുന്നില്ല. ഇതേക്കുറിച്ച് ഒരിക്കലും വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. താൻ സിനിമാ രംഗത്തേക്ക് വരാൻ കാരണം അച്ഛനാണെന്ന് അന്ന് കാവ്യമാധവൻ വ്യക്തമാക്കി. ബാലതാരമായി വന്ന ശേഷം നായികയെ അഭിനയിപ്പിക്കണം എന്ന അച്ഛൻ്റെ മാത്രം ആഗ്രഹമായിരുന്നു. അമ്മയോ സഹോദരനോ മറ്റു ബന്ധുക്കളോ ഒന്നും അത് ആഗ്രഹിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയെ ഡിഗ്രി വരെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കുക, ഇത് മാത്രമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ അമ്മ 17 വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ്, എന്നെ 18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു. സിനിമയിലേക്ക് വരുന്നത് ഉൾക്കൊള്ളാൻ അമ്മയ്ക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ബാലതാരമായി അഭിനയിക്കുമ്പോൾ തന്നെ നായികയെ വിടാൻ താല്പര്യമില്ല. ബാലതാരമായി അഭിനയിപ്പിക്കൂ എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആൾക്കാർ അമ്മയോട് ചോദിക്കും. ഇല്ലെന്ന് അമ്മ പറയും. സിനിമയെ അഭിനയിച്ചാൽ കല്യാണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ മാത്രമേ തിരിച്ച് നിങ്ങളുടെ അടുത്തും പെരുമാറൂ. സിനിമ മോശമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുട്ടിയെ അഭിനയിപ്പിക്കാതിരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ശരിയാണല്ലോ എന്ന് തോന്നി. ഭാവിയിലേക്കുള്ള നായികയാണെന്ന് ലോകിയാങ്കിൽ ഇപ്പോഴും പറയുമായിരുന്നു. കാവ്യ ഓർത്തു. ദൈവനിയോഗം പോലെയാണ് എല്ലാം സംഭവിച്ചത്. അവസാനം അമ്മയുടെ മനസ്സ് മാറി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ നായികയായി തുടക്കം കുറിച്ചെന്നും കാവ്യമാധവൻ അന്ന് ചൂണ്ടിക്കാട്ടി. ഒരു യൂട്യൂബ് ചാനലിനോടാണ് കാവ്യമാധവൻ്റെ പ്രതികരണം. ദിലീപിനൊപ്പം പൊതുചടങ്ങുകളിൽ എത്തുന്ന കാവ്യ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാവ്യമാധവൻ അവസാനമായിട്ട് അഭിനയിച്ച സിനിമ ഏതാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക.